വ്യത്യസ്തമാർന്ന ആഭരണങ്ങൾ അണിയാൻ നമുക്ക് ഏവർക്കും ഇഷ്ടമാണല്ലോ. പുതുമയാർന്ന ഒരു ജ്വല്ലറി മേക്കിംഗ് നമുക്കായി പരിചയപ്പെടുത്തുകയാണ് റീന മാർട്ടിൻ. നമുക്കിന്നൊരു ഫ്യൂഷൻ ജ്വല്ലറി ചെയ്യാം. അപ്പോൾ ഫ്യൂഷൻ ജ്വല്ലറി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യുന്ന അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പല മെറ്റീരിയൽസ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ മുട്ടത്തണ്ട് യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ അരി, നെല്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സീഡ്സ്, പിന്നെ സാൻഡ്, എന്ത് വേണമെങ്കിലും നമുക്ക് അതിൽ യൂസ് ചെയ്യാം. ഇന്ന സാധനമൊന്നും നമുക്കില്ല. യൂസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും എന്താ പറയുക ചിലവ് കുറഞ്ഞ രീതിയിൽ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണ് ഫ്യൂഷൻ ജ്വല്ലറി. ഇപ്പം നമുക്കിപ്പോൾ ഇതുപോലൊരു ജ്വല്ലറി ചെയ്യാൻ വേണ്ടി ഇതിനിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മീനിൻ്റെ ചെതമ്പലാണ്, ഫിഷ് സ്കെയിൽസാണ് ഞാനിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇത് നമ്മൾ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ കൊടുക്കാണ്ടിരുന്നതിന് നാച്ചുറൽ ലുക്കായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തേക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഫിഷിൻ്റെ സ്കെയിൽസ് തന്നെയാണ് വേണ്ടത്. ആക്ച്വലി ഇത് അങ്ങനെ മണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും അത് അത്ര എങ്ങനെ എടുക്കും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിലും നമ്മൾ എല്ലാം കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷോപ്പിൽ ചെന്നിട്ട് അവരോട് ആ കട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. കുറച്ച് വലിയ വലിയ മീൻ, കാളാഞ്ചി അങ്ങനത്തെയൊക്കെ ഫിഷിൻ്റെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലും ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ല. അതിന് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത് ഇരുന്നോളും. അതിന് പിന്നെ അങ്ങനെ മണം ഉണ്ടാവുന്നോർത്ത് ആരും പേടിക്കേണ്ട, ഒട്ടും മണം ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കണം, അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതാണിത്. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ അതിന് വാർണിഷ് മാത്രം അടിച്ച് വയ്ക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളാണ്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങുമ്പോൾ അതിൻ്റെ ആ ഷേപ്പൊക്കെ ഒന്ന് മാറും. കാരണം കുറച്ച് ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും, പക്ഷേ അത് ഡ്രൈ ആയി വരുന്നതോറും അതിങ്ങനെ ഷേപ്പ് മാറും. പക്ഷേ ഏത് ഷേപ്പിലാണെങ്കിലും അതിനെ അങ്ങനെ വിട്ടേക്കുക, അതാണ് ഭംഗി. അപ്പോൾ അതിനാ നാച്ചുറലായിട്ട് എനിക്ക് നമ്മൾ അതിന് പെറ്റുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്യാൻ ഒന്നും നോക്കണ്ട. പല ഷേപ്പിലും പല അളവിലും ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത് ഗ്ലാസ് പെയിൻ്റാണ്. ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ട്രാൻസ്പെറൻസി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, പക്ഷേ ഫാബ്രിക് ആകുമ്പോഴത്തേക്കും അത് ഒപ്പേക്ക് ഒരു ഫീലിംഗ് ആവും. അപ്പോൾ അത് എന്താ സാധനം ഒട്ടും മനസ്സിലാവാണ്ടായി പോവും. അപ്പോൾ നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ കുറച്ച് അതിന് ഭംഗി ഉണ്ടാവും. അതിൻ്റെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ലുക്കാണ് അതിന് കിട്ടുകയാണെങ്കിൽ കഴിയുമ്പോൾ നമ്മളൊരു ശകലം ഇട്ടാൽ മതി. ഒരു ഡ്രോപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് അതിനെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിന് ഭംഗി വരുന്നത്. നമ്മളിതിനെ ഡാർക്കാക്കി അടിച്ച് വെക്കണേക്കും ഭംഗി ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്തിട്ട് താഴെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ആ ചെരിഞ്ഞിരിക്കുന്ന അതനുസരിച്ച് പതുക്കെ പെയിൻറ്റ് ഒഴുകുമ്പോൾ അത് നാച്ചുറലായിട്ട് തന്നെ അതിനൊരു ഷെയ്ഡിങ് വന്നേക്കും. നമ്മളതിന് ഷെയ്ഡിങ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ഡ്രോപ്പിങ്ങിന് ഇടുക. എന്നിട്ട് പതുക്കെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നമ്മളങ്ങ് വെക്കുക. അപ്പോൾ അത് ഏത് സൈഡിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് പതുക്കെ ഇങ്ങനെ ആ ഷെയ്ഡായിട്ട് വന്ന് നിന്നോളും. അപ്പോൾ അത് ഉണങ്ങാൻ വിടണം. കുറച്ച് ഉണങ്ങണമെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് പെയിൻ്റ് ആയതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എടുക്കും. ഗ്ലാസ് പെയിൻറ്റ് അത്ര പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അതിന് വിട്ടേക്കുക, അവിടെ കിടന്ന് ഉണങ്ങിക്കോട്ടെ. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഉണങ്ങിയ പീസാണ്. ഇതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ള നീഡിലെടുക്കുക. ഇത്രയുള്ള നീഡിലെടുത്തിട്ട് സാധാരണ ചെറിയ നീഡിൽ വേണ്ട, നമുക്ക് ഇത്രയും വലിയൊരു നീഡിലെടുത്ത് വളരെ സൂക്ഷിച്ച് അതിനൊന്ന്, അത്ര എളുപ്പമല്ല കാരണം കുറച്ച് കട്ടി ഉണ്ടാവും, എന്നാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ കട്ടി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് തുളയ്ക്കാൻ പറ്റായികയൊന്നുമില്ല. ഒന്ന് ശ്രമിച്ചത്. ഇപ്പോൾ സാധാരണ ജ്വല്ലറി ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ പക്കടൊക്കെ പിടിച്ച് ചെയ്യുന്ന പോലെയുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. അത് സൂചി വെച്ച് തുളച്ചിട്ട് ഇതിന് ഇങ്ങോട്ട് എടുക്കുക. കാരണം ഇപ്പോൾ ഈ സൂചിയുടെ ഈ അറ്റവും കുറച്ച് വണ്ണം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്പ്രിങ് ഇടാനുള്ള കറക്റ്റായിട്ടുള്ള ഹോള് കിട്ടും. അതുകൊണ്ടാണ് അത് ശരിക്കും അങ്ങ് തുളച്ചങ്ങ് എടുക്കുന്നത്, ഇത്രയും വലിയ സൂചി അടിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൊളുത്തിടാൻ പറ്റില്ല. കുളത്ത് നന്നായിട്ട് വളച്ചിടണമെങ്കിൽ അങ്ങനെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സൂചി വെച്ചിട്ട് തുളച്ച് വയ്ക്കുക. അത് ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം തുളക്കി, മറ്റേത് കുറച്ച് വൈഡായിട്ടിരിക്കുന്നത് താഴെ നിന്നോട്ടെ. കാരണം അപ്പോൾ നമുക്ക് മുകളിൽ നമ്മൾ സ്പ്രിങ്ങിൽ ഇടുമ്പോഴത്തേക്കും മുകളിലെല്ലാം ഇങ്ങനെ വൈഡായിട്ട് നിന്ന് കഴിയുമ്പോൾ താഴെ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഏതാ നോക്കുക, ഷാർപ്പായിട്ടുള്ള ഭാഗം ഏതാന്ന് നോക്കിയിട്ട് അതിനെ ഒന്ന് ശരിക്കും ഒന്ന് വിടർത്തി പിടിച്ചിട്ട് വേണം കേട്ടോ കുത്തണമെങ്കിൽ. കാരണം അല്ലെങ്കിൽ
കുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ എടുത്ത് ഹോൾ ഉണ്ടാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ കണ്ണിയാണ് ഇതിൽ യൂസ് ചെയ്യണത്. ഈ കണ്ണി യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പ്രിങ് കട്ട് ചെയ്ത് എടുക്കുന്നത് തന്നെയാണ്. ഇനി നോസ് പ്ലെയർ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ അകത്തിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ താഴേക്ക് കുറച്ച് ഹാങ് ചെയ്യേണ്ട ടൈപ്പാണ് എടുക്കാൻ പോകുന്നത്. മറ്റേ റിങ്ങിലൊക്കെ ഇടുന്നെങ്കിൽ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി, അത് ഈസി ആയിരിക്കും. നമുക്കിപ്പോൾ താഴോട്ട് ഹാങ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു 4 പീസ് നമുക്ക് ആദ്യം ഇടാം. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെയാണ്. കാരണം വെറുതെ 3 ഇട്ട് കഴിഞ്ഞാലും ഭംഗിയായിരിക്കും. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഞാൻ 2 ഈ സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചിടാം. കാരണം ഇതിന് ഒരു ബെൻഡ് ഉണ്ട്. കാരണം ഒന്നും ഫ്ലാറ്റായിട്ടിലിരിക്കുന്നത്, അത് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒന്നും ഇങ്ങനെ ബെൻഡായിട്ട് വരും. അപ്പം നമ്മൾ 2 ഈ സൈഡിലേക്ക് അങ്ങനെ ബെൻഡ് ചെയ്തിരിക്കട്ടെ, 2 നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് ഇടാം. ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇടുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഐഡിയ ഉണ്ടോ അതനുസരിച്ച് നമുക്കിത് ചെയ്യാതെ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ 2 ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, 2 അങ്ങോട്ട് ഇട്ട്. ഇനി നമുക്കതിനെ കൂട്ടി വയ്ക്കാം. ഇപ്പോൾ ഞാൻ 2 4 ഒരു റിങ്ങിലിട്ടിട്ടുണ്ട്, അതോടെ നിൽക്കട്ടെ. ഇനി നമ്മൾ വേറൊരു റിങ് എടുത്തിട്ട് അതിനകത്ത് ഒരു 2 3 നമ്മുടെ ഇഷ്ടം പോലെ തന്നെ ഇടാം. ഇതിനകത്ത് ഇപ്പോൾ ഞാനൊരു 3 ഇടുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ അകത്ത് 4 ഇട്ടിട്ട് പിന്നെ അതിൻ്റെ താഴേക്ക് 3, പിന്നെ 1, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിനകത്തൊരു 3 ഇടുന്നുള്ളൂ. ഈ 3 ഇട്ടിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചാൽ നോക്കിക്കോ, നമ്മൾ ഈ 4 ഇട്ടേക്കണതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് ഈ സ്പ്രിങ്ങിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ 4 ഇടുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 3 2 അപ്പോൾ ഇങ്ങനെ ലോങ് ആയിട്ട് കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. 2 പീസ് അപ്പുറത്ത് ഈ 2 പീസ് നടുക്കൊരു 3 പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇയർ ടാഗിൽ എടുക്കുക. ഇതിനെ പതുക്കെ ഒന്ന് അകത്തി കൊടുക്കണം. നമ്മൾ സ്പ്രിങ്ങിൽ ഇട്ട് വെച്ചതുകൊണ്ട് ഇനി സ്പ്രിങ് ഒരിക്കലും അകത്തരുത്. നമ്മൾ ഇയർ ടാഗിനെ പതുക്കെ അകത്തി വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. സ്പ്രിങ് അതിൻ്റെ ഉള്ളിലേക്ക് അകത്തി ഇട്ടിട്ട് ഇതിനെ പ്രസ് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഇയറിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ചെയ്ത് നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് കൊടുത്ത് തന്നെ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലാസ് പെയിൻറ്റ് ആയിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, വളരെ എളുപ്പമാണ്. കുറച്ചൊന്ന് ക്ഷമിച്ചിരുന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ സ്റ്റൈലെടുത്ത് ഞാൻ കുറച്ചും കൂടി ഹാങ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ 4 വീണ്ടും 4 പിന്നെ 3 പിന്നെ 1 അങ്ങനെ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ഹാങ് ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ ഈസി ആയിട്ട് ചുമ്മാ റിങ് വാങ്ങിക്കാൻ കിട്ടും. ഈ റിങ്ങിലേക്ക് ഒരു സ്പ്രിങ്ങിലും വെച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 3 അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിൽ 4 വെച്ചിട്ടിട്ട് ചുമ്മാ ഇങ്ങനെ കോർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നല്ല രസമായിരിക്കും. ഇതിപ്പോൾ ഞാൻ മൾട്ടി കളർ എടുത്തു. ഇപ്പോൾ യെല്ലോയും ഓറഞ്ചും റെഡ് എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ച്വലി ഇപ്പം ഞാൻ ഇട്ടത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് പെയിൻറ്റ് തന്നെ ഇട്ടത്. അങ്ങനത്തെ കിട്ടും ഗ്ലാസ് പെയിൻറ്റ്. അതും അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് അല്ലെങ്കിൽ ക്ലിയർ വാർണിഷ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അതല്ല ഇതിന് ഒന്നിട്ടില്ലെങ്കിലും അത് ഇതിന് ഏകദേശം അങ്ങനെ നാച്ചുറൽ ലുക്കായിട്ട് നിൽക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഞാൻ ഗ്ലാസ് പെയിൻറ്റ് തന്നെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇത് നാച്ചുറലായിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.